പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മനുവിൻ്റെ മനസ്സിൽ. മാത്രവുമല്ല, കാര്യങ്ങളിങ്ങനെ പോവുകയാണ് എങ്കിൽ ഒരുപക്ഷേ എനിക്ക് അഞ്ജലിയോട് പ്രണയം തോന്നിയേക്കാമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അഞ്ജലി പൊട്ടിത്തെറിക്കുകയാണ് മനുവിനോട്. മനു, മനുവിനെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരാളുണ്ട്. അയാൾക്ക് മാത്രമാണ് എന്നിൽ അവകാശമുള്ളത്. മറ്റൊരാൾക്ക് ഒരു അവകാശം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ കാര്യം പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോകുന്ന മനു, അയ്യോ, ഞാൻ തമാശ പറഞ്ഞതാണ്. എനിക്ക് ഒരു തമാശ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. എടോ, തൻ്റെ മനസ്സിലെ കാര്യമെല്ലാം എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ മനസ്സിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം ആദ്യ ദിവസം തന്നെ താൻ വ്യക്തമാക്കിയതാണ്. ഞാനത് അംഗീകരിക്കാനും തയ്യാറായി. ഇതിപ്പോൾ ഒരു തമാശയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. താനത് അത്ര കാര്യമായൊന്നും എടുക്കേണ്ടതില്ല. ഒരു ചിൽ മൈൻഡിൽ കണ്ടാൽ പോരെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ എന്നാൽ പിന്നെ കാര്യങ്ങൾ അങ്ങനെയാകട്ടെ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മനുവിനോട് അഞ്ജലി. ഇതേ തുടർന്ന് അഞ്ജലി സൂര്യയെ കാണുന്നതിനായി പോയിരിക്കുകയാണ്. കോഫിയുമായി സൂര്യയുടെ മുറിയിലേക്ക് പോകുന്ന അഞ്ജലി സൂര്യയുടെ റൂമിലേക്ക് കയറുകയും എന്താണ് നീ മനസ്സിൽ കണ്ടിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നീ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഓരോ നിമിഷവും കഴിയുന്തോറും സംശയവും അതുപോലെ തന്നെ ഡേഞ്ചറും കൂടി വരികയാണ്. ഈ വീടിൻ്റെ സ്ഥിതി ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും പൊട്ടിത്തെറികളുടെ വക്കിലാണ് വന്നു നിൽക്കുന്നത്. കല്യാണം കഴിഞ്ഞെത്തിയ മരുമകൾ മാത്രമാണ് ഈ വീട്ടുകാർക്ക് ഇപ്പോൾ ആശ്വാസം ആയിട്ടുള്ളത്. പക്ഷേ ഈ കാര്യം പുറത്തറിയുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് വ്യക്തമാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന സൂര്യ പുറത്തു പോയി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അഞ്ജലി എന്താണ് ഇനി ചെയ്യാനുള്ളത് എന്ന് ചോദിക്കുകയും അധികം നാൾ എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുമ്പോൾ എനിക്ക് പേടിയാണ് സൂര്യ. സത്യത്തിൽ ഇനി എന്താണ് ജീവിതത്തിൽ നടക്കുക എന്നുള്ള ചോദ്യമാണ് എന്നെ ആകെ പേടിപ്പിക്കുന്നത്. ഒരു ഉത്തരവും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താം. പക്ഷേ ഇപ്പോൾ വീട്ടുകാർ മനുവിൻ്റെ ഭാര്യയെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം അറിയുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വളരെ വഷളാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് അഞ്ജലിയും അതുപോലെ തന്നെ സൂര്യയും സംസാരിക്കുന്നത് പ്രഭ കേൾക്കാൻ ഇടയാകുന്നത്. ഇതോടെ അവിടേക്ക് കയറി വരുന്ന പ്രഭ എന്താണ് ഇവർ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിൽ പ്രഭ വരുന്നത് കാണാൻ ഇടയാകുന്ന അഞ്ജലി ടോപ്പിക്ക് മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. മാത്രവുമല്ല, സൂര്യയോട് നമ്മളെ പ്രഭ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സൂര്യയുമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ സൂര്യയോട് ഞാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറങ്ങി പോകുന്ന അഞ്ജലി അവിടെ വെച്ച് പ്രഭയെ കാണുകയും ചെയ്യുന്നു. എന്താ പ്രഭേച്ചി, സുഖമല്ലേ? എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ആക്കിയ പോലെ ചോദിച്ചതിനെ തുടർന്ന് പ്രഭ, ഓ, ഞാൻ ചായയുമായി പോകുമ്പോൾ ചുമ്മാ ഇവിടെ നിന്നേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്ത് ഒഴിഞ്ഞു മാറി പോവുകയാണ്. പക്ഷേ ഇതേ സമയം അഞ്ജലിയുടെയും
സൂര്യയുടെയും പ്രവൃത്തികളിൽ സംശയം തോന്നി തുടങ്ങുകയാണ് പ്രഭയ്ക്ക്. മാത്രവുമല്ല, ഇതേ തുടർന്ന് പ്രഭ തന്റെ ഭർത്താവിനെ ചെന്ന് കണ്ട് അഞ്ജലിയും സൂര്യയും തമ്മിൽ എന്തോ ചുറ്റിക്കളി നടക്കുന്നത് പോലെ തോന്നുന്നില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അയാൾ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ഇനി ഞാൻ ശ്രദ്ധിച്ച് കാര്യങ്ങളൊന്ന് നോക്കിയതിന് ശേഷം പറയാമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന്, നിങ്ങളൊരു പൊട്ടനാണ്, അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യം മുന്നിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കാതെ ഇരിക്കുമോ? എന്തോ ഒരു ചുറ്റിക്കളി നടക്കുന്നുണ്ട്, അതിന് പിന്നിലെ കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കുകയാണ് എങ്കിൽ അഞ്ജലിയുടെ കള്ളത്തരങ്ങൾക്കെല്ലാം ഒരു തിരിച്ചടി കൊടുത്ത് മുന്നിലേക്ക് പോകാൻ സാധിക്കും. അവളിപ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. അത് കണ്ണിലെ കരടാക്കി മാറ്റുകയാണ് പ്രഭയുടെ ആവശ്യം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന പ്രഭ ഇതേ തുടർന്ന് തൻ്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ തിരികെ റൂമിലേക്ക് എത്തുന്ന അഞ്ജലി പ്രഭേച്ചിതന്റെ പിന്നാലെയുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മനുവിനോട്. മാത്രവുമല്ല, പുതിയ അന്വേഷണവുമായിട്ടാണ് ഇപ്പോൾ പ്രഭേച്ചി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭേച്ചിയെ സൂക്ഷിക്കണം. എപ്പോൾ വേണമെങ്കിലും പ്രഭേച്ചി നമ്മളെ തിരിച്ചടിക്കാം. അതിനു വേണ്ടിയുള്ള ഒരു അവസരത്തിന് വേണ്ടി അവർ കഷ്ടപ്പെട്ട് നടക്കുകയാണ്. എന്തെങ്കിലും മണ്ടത്തരം ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അഞ്ജലി പറഞ്ഞതിനെ തുടർന്ന് ആ കാര്യം ഞാൻ ഏറ്റു. പ്രഭേച്ചിയുടെ സ്വഭാവം കൃത്യമായി അറിയുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു, എപ്പോഴാണ് സൂര്യയെ കാണാൻ പോകുന്നത്? അഞ്ജലിയുടെ സൂര്യയെ എനിക്കും ഒരു തവണ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രണയം അറിഞ്ഞതിനെ തുടർന്നാണ് ഈ ആകാംക്ഷ ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള അവസരം ഉടൻ തന്നെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കുറച്ചു സമയം എന്തായാലും എടുക്കുമെന്ന് വ്യക്തമാക്കുകയാണ് അഞ്ജലി. എല്ലാ കാര്യവും ഇതേ തുടർന്ന് മനുവിന് മനസ്സിലാകുമെന്ന് പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.